welcome back to my channel and my vlogs. ഞാൻ അങ്ങനെ ചാടിയപ്പോൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വാപ്പച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു പെറ്റിനെ വളർത്താൻ. അപ്പോൾ നമ്മൾ ആ കടയിലേക്ക് പോവുകയാണ്. പിന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി അനൗൺസ് ചെയ്താൽ ഞങ്ങളിവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ പോവുകയാണ്. ഇത് താനാളൂര് ടൗണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് തിരൂർ പോകുന്ന റോട്ടിലാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ നമ്മളവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഞങ്ങളകത്തേക്ക് കയറുകയാണ്. എമി ആദ്യം തന്നെ ഓടി കയറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം അങ്ങോട്ട് കയറുമ്പോൾ തന്നെ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത്. എമി മുന്നിൽ ഓടുകയാണ്. പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് പെറ്റ്സിൻ്റെ കളക്ഷൻസ്ക്കാണ്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള പെറ്റ്സ് ഉണ്ട്, പിന്നെ ഫിഷുകളുണ്ട്. ഇവിടെ ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ പ്രാവുണ്ട്, പൂച്ചയുണ്ട്, മുയലുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനും കൂടി ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇവിടുത്തെ ഇക്കാക്കാനോട് നമുക്ക് ചോദിക്കാം. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മളെ ഗാർഡനും ചെറിയൊരു പെറ്റ് ഷോപ്പ് ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഡോർ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സുകളുണ്ട്, ഒരുപാട് വെറൈറ്റീസ് പ്ലാന്റ്സുകൾ, ഫ്രൂട്ട്സിൻ്റെ ചെടികൾ, പിന്നെ ഫ്ലവർ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഷോപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ് ഷോപ്പിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാംസ്റ്റർ, ഒരു എന്താ പറയുക അണ്ണാൻകുട്ടിൻ്റെ ഒക്കെ ചെറിയൊരു ഐറ്റം പോലെ വരും. ഹാംസ്റ്റർ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്, മുയലുകൾ, പ്രാവുകൾ, പിന്നെ മീനുകൾ തന്നെ ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട്. പിന്നെ ടൈംഡ് ആയിട്ടുള്ള ബേർഡ്സുകൾ വരുന്നുണ്ട്. യെല്ലോ സൈഡ് എടുക്കണൂർ, സർട്ടിഫിക്കറ്റ് ഉള്ള യെല്ലോ സൈഡ് എടുക്കണൂർ, കോക്ടെയിൽ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ടൈംഡാണ്. അങ്ങനത്തെ ഒരു ബേർഡ്സുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ് വലിയൊരു കൂട്, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്ന് റെഡി ആക്കിയിട്ടുള്ളത്.
പാരറ്റ് ഫിഷാണ്. അത് 2 വെറൈറ്റി കളറിലാണ് ഉള്ളത്. ഒന്ന് യെല്ലോ, ഒന്ന് റെഡ്. ഇത് അരോണ, ഏകദേശം 1 അടിൻ്റെ മേലെ വലിപ്പം വരുന്നുണ്ട്. ഈ വലിപ്പമുള്ളതിന് ഒന്നിന് 3000 രൂപ വെച്ച് വരും. ഇത് ജാപ്പനീസ് കോയിക്കാർപ്പാണ്. കുറച്ച് ക്വാളിറ്റി ഉള്ള ഫിഷാണ്. പക്ഷെ റേറ്റും വരുന്നതിനനുസരിച്ച് കുറച്ച് ക്വാളിറ്റി ഉള്ള ഫിഷാണിത്. ഇത് 2 ഐറ്റമാണ്. ഒന്ന് ഏഞ്ചൽ ഫിഷ്, കോയി ഏഞ്ചൽ ഫിഷ് എന്ന് പറഞ്ഞാൽ വരുന്ന ഐറ്റമാണ്. പിന്നെ ഒന്ന് ഡിസ്കസാണ്. ഡിസ്കസിൻ്റെ അധികം സൈസാവാത്ത സെമി അഡൽട്ട് സ്റ്റേജിലുള്ള ഡിസ്കസാണ്. ഇത് ജാഗ്വർ ഫിഷാണ്. ശരിക്കും നമ്മൾ ആ ജാഗ്വറിനെ പോലെ തന്നെ മേത്തുള്ള ആ ബ്ലാക്കൊക്കെ പോയിട്ട് ഓരോ ഡോട്ട് വരും. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല സൈസായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഏകദേശം 1 അടിയോളം നല്ല വലിപ്പം വെക്കും. ഇത് പിന്നെ റെഡ് ഓസ്കാർ. ഇതിപ്പോൾ ഇവിടെ എല്ലാവർക്കും കാണുന്ന ഐറ്റം തന്നെയാണ്. ഇതൊക്കെ ഒരു പെയർ 400 രൂപ വരും. ഓസ്കാറിൻ്റെ ചെറുത്, റെഡ് ഓസ്കാറിൻ്റെ ചെറുതും വരുന്നുണ്ട്. പിന്നെ സിൽവർ ഷാർക്ക് എന്ന് പറഞ്ഞ ഐറ്റം വരുന്നുണ്ട്. റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് എന്ന് പറയാം. ഇത് ഒരാളെക്കായും വലിപ്പം വെക്കും. അതായത് 2 മീറ്ററോളം നല്ല സൈസ് വരും. അതിനനുസരിച്ച് സൈസ് ആവുന്നതിനനുസരിച്ച് നല്ല റേറ്റും വരുന്ന മീനാണിത്. ഓസ്കാറിന് തന്നെ വേറൊരു വെറൈറ്റിയാണ്. കോപ്പർ ഓസ്കാർ എന്ന് പറയാം. നല്ല മാർക്കറ്റുള്ള ഒരു മീനാണ്. ഇതെന്ന് പറഞ്ഞാൽ ബഫർ ഫിഷാണ്. ഇത് കുറച്ചൊരു വെറൈറ്റി സാധനമാണ്. അധികം പെട്ടെന്ന് നമ്മുടെ അടുത്തൊന്നും കിട്ടാത്തൊരു സാധനമാണ് ബഫർ ഫിഷ്. റോഡ് ക്യാറ്റ് ഫിഷ് എന്ന് പറയും. അത് നമ്മുടെ സാധാ ആഫ്രിക്കൻ മുഴുവൻ്റെ ഒരു ഹൈബ്രിഡ് ഐറ്റമാണ്. ഇതും നല്ല സൈസാവും, കാണാൻ നല്ല ഭംഗിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഷ്രിമ്പാണ്. ഷ്രിമ്പ് 2 വെറൈറ്റികളുണ്ട്. റെഡ് ഉണ്ട്, യെല്ലോ ടോപ്പ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ വേറൊരു ഐറ്റം ഉണ്ട്. അങ്ങനെ 2 ഐറ്റം ഷ്രിമ്പുകളുണ്ട് ഇവിടെ. അതൊക്കെ പിന്നെ അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ വീട്ടിലും ഇങ്ങനെയൊക്കെ അവരുടെ രീതിയിൽ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഏത് രീതിയിലാണോ വേണ്ടത് അത് രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആൽബിനോ കോക്ടെയിലാണ്. അത് ചെറിയ ചിക്സാണ്. ഇപ്പോൾ സെൽഫ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അത് ഇതേമാതിരി മനുഷ്യന്മാരോട് നന്നായിട്ട് ഇണങ്ങിയ ഒരു ബേഡാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു കൂട്. ഇതിനുള്ളിലേക്ക് ഒരാൾ ഇറങ്ങി നിൽക്കാനും എല്ലാത്തിനും കൂടെ പറ്റുന്ന വലിയൊരു കൂട് ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഹാംസ്റ്റർ എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ അണ്ണാൻ്റെ വർഗ്ഗത്തിലും എലിൻ്റെ വർഗ്ഗത്തിലൊക്കെ പെട്ടൊരു ഐറ്റമാണ്. ഇത് സിറിയൻ ഹാംസ്റ്റർ എന്നാണ് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ഐറ്റമാണ്. ഒരു ക്യൂട്ടായിട്ട് നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുനടക്കാൻ പറ്റും. മനുഷ്യന്മാരുടെ നന്നായിട്ട് ഇണങ്ങും. മനുഷ്യന്മാരുടെ സ്മെല്ല് മനസ്സിലാക്കിയിട്ട് മനുഷ്യന്മാരുടെ നന്നായിട്ട് ഇണങ്ങുന്ന ഐറ്റം. പിന്നെ ഇത് മുയൽ സാധാ നാടൻ മുയലല്ല, വൈറ്റ് ജയൻ്റ് ക്രോസിൽപ്പെട്ട ബ്രോയിലർ ടൈപ്പിലുള്ള ഒരു മുയലാണ് ഇതൊക്കെ. നമ്മളെ ഇൻഡോർ പ്ലാന്റ്സുകളാണ്. ഇതിൽ പിന്നെ അഗ്ലോണിമ, ഡൈഫോൺ, അഡീനിയം, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് ഞങ്ങൾ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ബൈ.